അയൽവാസിയുടെ മർദ്ദനമേറ്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന വയോധികയായ മുൻ നൃത്ത അധ്യാപിക ഇന്ദ്രാണി ടീച്ചറെ സന്ദർശിച്ച് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ. തങ്ങളാൽ കഴിയുന്ന സഹായം ഇന്ദ്രാണി ടീച്ചർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സി വിജയലക്ഷ്മി, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ, ജില്ലാ ട്രഷറർ പി ശിവശങ്കരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സത്യനാഥൻ എന്നിവരാണ് ജില്ലാ ആശുപത്രിയിലെത്തി ഇവരെ സന്ദർശിച്ചത്. നിലവിൽ ഇന്ദ്രാണി ടീച്ചറെ നോക്കാൻ മകൻ ഒരു സ്ത്രീയെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. ഇവരെ നിലനിർത്താനും ഇവർക്ക് ശമ്പളം നൽകുന്നതിന് നഗരസഭാ ജാഗ്രത സമിതി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എന്നിവരുമായി ചേർന്ന് തങ്ങൾക്ക് കഴിയും വിധം സഹായിക്കും. മുൻകാല നൃത്ത അധ്യാപികമാർ, വിദ്യാർത്ഥികൾ എന്നിവരുമായി ഇന്ദ്രാണി ടീച്ചറുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിലവിൽ നിലമ്പൂർ CH നഗറിലെ വീട്ടിൽ തന്നെ ഇവർക്ക് സംരക്ഷണം നൽകാനാണ് മുൻഗണന. വൃദ്ധസദനത്തിലേക്ക് മാറ്റണമെങ്കിൽ മകന്റെ ഉൾപ്പെടെയുള്ള സമ്മതം വേണം. എന്തായാലും ഇന്ദ്രാണി ടീച്ചറിന്റെ സംരക്ഷണത്തിനായി സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഒപ്പമുണ്ടാകുമെന്നും ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി സംസ്ഥാന വ്യാപകമായി മാതൃകാ പ്രവർത്തനം നടത്തിവരുന്ന സംഘടന കൂടിയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. ഇന്ദ്രാണി ടീച്ചറെ അയൽവാസിയായ ഷാജിയാണ് മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയുടെ പുറത്തു വന്നിരുന്നു. വിവരമറിഞ്ഞ് ബുധനാഴ്ചയാണ് ഇവരെ നിലമ്പൂർ നഗരസഭാ ജാഗ്രതാ സമിതിയും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെയും ഡിവിഷൻ കൗൺസിലർ രജനിയുടെയും നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. വിഷയത്തിൽ മന്ത്രി ആർ ബിന്ദു ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറിൽ നിന്നും റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് വാട്സപ്പിലും ഇന്ന് പത്രത്തിലും ഒക്കെ കണ്ടു ഇങ്ങനെ ഒരു വയോജനത്തിനെ അയൽവക്കത്തുകാരനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ്. ഞങ്ങള് കേരളത്തിലുടനീളം ഇത്തരം വയോജനങ്ങളുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. അതിന്റെ മലപ്പുറം ജില്ലയുടെ ഭാരവാഹികളാണ് ഞങ്ങള്. അപ്പൊ എനിക്ക് ഇന്ദ്രാണി ടീച്ചറെ വ്യക്തിപരമായി നേരത്തെ മഞ്ചേരിയിലൊക്കെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ വന്ന നല്ല പരിചയമുള്ള ഒരാളാണ്. അതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ഒന്ന് വന്നത്. അപ്പൊ ഇവിടെ വന്ന് അന്വേഷിച്ച് നോക്കുമ്പോ ഇവിടെ പിന്നെ നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അരുമയൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. എന്താ ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചതിൽ നിന്ന് ഞങ്ങളെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടല്ലോ ഇവരെ സഹായിക്കാൻ. അപ്പൊ കുറച്ചു നാളൊക്കെ അവരുണ്ടായിരുന്നത്രേ. അപ്പോ ഇപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ രഹസ്യമായിട്ട് അവരെ ഒന്ന് വിളിച്ചു, നിങ്ങൾ എന്താ ഇപ്പൊ ഇവിടുന്ന് കുറച്ച് ദിവസം നിർത്തിപ്പോയി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോ അവർക്ക് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ഒന്നും ശമ്പളം ഒന്നും കൊടുക്കാതെ അവർക്കും ജീവിക്കണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അവർ പോയതെന്നാ പറഞ്ഞത്. അപ്പൊ അരുമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരെ ആ ഹെൽപ്പറെ നിലനിർത്താനുള്ള ഒരു സംവിധാനം, പിന്നെ ഇവരുടെ മരുന്നും എന്തായാലും മകൻ നോക്കുമെന്ന ഒരു പ്രതീക്ഷയൊന്നുമില്ല. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.